നമ്മുടെ പപ്പ നമ്മളെ വിട്ടു പോയി. ഇങ്ങനെ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ഇടേണ്ടി വരും, ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ ഇടേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വന്നിരിക്കേണ്ടി വരും, ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയാൻ കൂടി അറിയില്ല. കാരണം നമുക്കും പെട്ടെന്നൊരു ഷോക്കിംഗ് തന്നെയായിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഒരു വിഷമവും ഇല്ലാണ്ട് ഓണം സെലിബ്രേഷൻ നടത്തി എന്നുള്ള രീതിക്കൊക്കെയാണ് ഇവരുടെ വീഡിയോന്റെ അടിയിൽ കമന്റുകൾ വരുന്നത്. അപ്പൊ ഈ ഒരു വിഷയം എന്താണെന്ന് നോക്കണമെങ്കിൽ ഉണ്ണി വാവ വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ചാനലാണ്. അപ്പൊ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി വ്ളോഗ് ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പൊ ഈ ഒരു ചാനലിനകത്ത് ഇവരുടെ വീട്ടിനകത്തുള്ള ഗൃഹനാഥനായിട്ടുള്ള ഇവരുടെ അച്ഛൻ മരിച്ചു പോയായിരുന്നു, അതായത് ആത്മഹത്യ ചെയ്ത്. അപ്പൊ ഈ ആത്മഹത്യ ചെയ്തപ്പോ എന്താണ് റീസൺ എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവര് അതിന് ആ ഒരു സമയത്ത് തന്നെ, അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരൊരു ഓണം സെലിബ്രേഷന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ഇവർക്ക് പല രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകൾ അതിന്റെ താഴെ വന്ന്, അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. നമുക്ക് അത് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. തിരുവോണ ദിവസം നമ്മളെല്ലാവരും എന്നത്തെ എല്ലാ വർഷത്തെ തിരുവോണം പോലെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വല്യമ്മമാര്, ഏട്ടൻ, കുഞ്ഞാവ എല്ലാവരും വന്നതായിരുന്നു. തലേ ദിവസം തന്നെ വന്നതായിരുന്നു. തിരുവോണ ദിവസം നമ്മളെല്ലാവരും എല്ലാ ഓണത്തിനും പോലെ നല്ല അടിപൊളിയായിട്ട് ഓണസദ്യയും എല്ലാവരും വന്നിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ട് നമ്മുടെ രീതിയിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ മുന്നത്തെ വർഷത്തൊക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും. എല്ലാ പ്രാവശ്യത്തെയും പോലെ നല്ല അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ പപ്പേനെ വിളിച്ചു, ഉച്ചയ്ക്ക് പപ്പേനെ വിളിച്ചു, ഓണസദ്യ കാണിച്ചു കൊടുത്തു, മമ്മീനെ വിളിച്ചു, പാപ്പേനെ വിളിച്ചു, ഞങ്ങൾ മൂന്ന് സംസാരിച്ചു. പപ്പ ഇത് ഓണസദ്യ എന്ന് പറഞ്ഞിട്ട് പപ്പയ്ക്ക് അയച്ചു കൊടുത്തു. പപ്പ എപ്പോഴും അതെ ഒരു ചാറ്റിംഗ് പേഴ്സൺ അല്ല. അത് എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കറൊക്കെ അയച്ചു തന്നു. മാ പൊളിക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റിക്കറും. ലാസ്റ്റ് ആയിട്ട് ഞാൻ പപ്പേനെ വിളിച്ചത് തിരുവോണ ദിവസം അതിന് 15-ാം തീയതി. അങ്ങനെ ഞങ്ങള് കുഞ്ഞാമ്മമാരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ ഉണ്ണിമ പരിപാടി. അപ്പൊ ഞാൻ പറഞ്ഞു പപ്പ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു, റീൽസ് ഒക്കെ എടുത്തു, എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇത് കഴിക്കാൻ പോകണമെങ്കിൽ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയായിരുന്നു പപ്പയുടെ ലാസ്റ്റ് ടോക്ക് ഞാനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വാക്കുട്ടിയെ വിളിച്ചു, വാക്കുട്ടി അങ്ങോട്ട് വിളിച്ചു. ഞാനാണെങ്കിൽ ഞാൻ ബിസി ആയിട്ട് അങ്ങനെ പപ്പനെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല കേട്ടോ. അങ്ങനെ വിളിക്കണം എനിക്ക് തോന്നുന്നില്ല. എന്തോ എനിക്ക് ഇങ്ങനെ കുട്ടീനെ എടുത്തിരിക്കുമ്പോൾ എന്തോ പപ്പനെ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ തോന്നി. എന്താ എനിക്ക് അറിയില്ല, മനസ്സാണെന്നത് എനിക്കറിയില്ല. വെറുതെ ഞാൻ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ കുട്ടി ഇങ്ങനെ കളിക്കുന്നത് കാണിച്ചു കൊടുക്കായിരുന്നു. പപ്പീനെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ ഈ ഹസ്ബൻഡും അതേപോലെ തന്നെ ഇപ്പൊ ഇവരുടെ അച്ഛനായിട്ടുള്ള ആ പുള്ളിയും എന്ന് പറഞ്ഞ പുള്ളി ഇവിടെ അല്ല, പുറത്താണ്, പ്രവാസിയാണ്. അപ്പൊ ആ ഒരു പുള്ളിക്കാരൻ എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള റീസൺ ഇവർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ഒരു സമയത്ത് അതിന് കുറച്ചു നേരം മുന്നേ ഇവരായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവർ ഈ പറയുന്നത്. ആ പറയുമ്പോ തന്നെ അവരുടെ ആ ശബ്ദം ഇടറുന്നതും അതൊക്കെ അത് ഭയങ്കര, അതായത് കാര്യം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ റീസൺ തന്നെ അതിന്റെ അടിയിൽ വരുന്ന ഈ ഒരു കമന്റുകളാണ്. ഈ കമന്റ് ഇടുന്നവരുടെ കാര്യം പിന്നെ പറയണ്ട. കാര്യം അമ്മാതിരി കമന്റുകളൊക്കെ ഇതേപോലുള്ള വീഡിയോകളിലേക്ക് അടിയിൽ വരാം. ഇപ്പൊ ഒരാളിപ്പോ ഒരു സങ്കടപ്പെട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിന്റെ അടിയിൽ സമാധാനപ്പെട്, നിങ്ങൾ റിക്കവർ ആവും എന്നൊക്കെ പറയാനായിട്ട് പല ആൾക്കാരും കാണും. പക്ഷെ അവര് ഇപ്പൊ അതേപോലെ ഒരു വിഷമ സിറ്റുവേഷനകത്ത് അവരിപ്പോ അവർക്ക് പറ്റാവുന്ന രീതിക്ക് അവർ സന്തോഷിച്ച് ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്ന് തെറി വിളിക്കാനായിരിക്കും ആൾക്കാർക്ക്. കാര്യം അവരങ്ങനെ ഇരിക്കാൻ പാടില്ല, അവർ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം, അവരതിൽ നിന്ന് റിക്കവർ ആവാൻ പാടില്ല എന്നാണ് ഇതിന്മാരെയൊക്കെ തലയ്ക്കകത്തുള്ളത്. ഇപ്പം ബാക്കിയല്ലോ നല്ല സന്തോഷത്തോടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെക്കാളും ഞങ്ങൾക്ക് ഷോക്കാണ്. ഒരു ഫാമിലിയിൽ ഒരു മരിക്കണമെങ്കിൽ, ഒരാളൊരു ജീവൻ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടേ? അത്രയ്ക്ക് ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ല. ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ വന്ന ഒരാളെ ഞാൻ 18 വയസ്സിൽ ഇവിടെ വന്നത്. ആ സമയം തൊട്ട് ഞാൻ അനുഭവിക്കാത്തതൊന്നും ഒന്നുമില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം എന്റെ നാട്ടുകാർക്ക് ഒരുപാട് പേർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചു. എന്റെ അടുത്ത് പലരും ചോദിക്കും നീ എങ്ങനെ അവിടെ പിടിച്ചു നിന്നേന്ന് വരെ ചോദിച്ച ആൾക്കാർ. ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ എത്തിയ ഒരാളാണ്. ഞാൻ ഒരുപാട് എന്നെ എപ്പോഴും പറയും എന്റെ ജീവിതം ഒരു സിനിമയ്ക്കുള്ള ജീവിതമുണ്ട്. കാരണം ആ ഒരു പ്രായത്തിലും ഞാൻ ഒരുപാട് സഹിച്ചിട്ട് ഒരാളോട് പോലും ഞാൻ എന്റെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. എന്റെ ഏട്ടനും അമ്മയും അച്ഛനും എല്ലാവരും വിങ്ങും എപ്പോഴും. കാരണം ആ ഒരു പ്രായത്തിലും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ ഞാൻ ഒരാളിനെ അറിയിക്കാണ്ട്, ഞാൻ ഒരാളോട് പരാതി പറയാണ്ട് മുന്നോട്ട് വന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് ഞാൻ പറയാം. ഞങ്ങളുടെ ലൈഫ് എങ്ങനെ വെച്ചാൽ ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഇതിലേക്ക് 1-2 കമന്റുകൾ കണ്ടു. യൂട്യൂബ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നിട്ട് ആള് ഇങ്ങനെ ചെയ്തതായി. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞല്ല യൂട്യൂബ് ചെയ്യുന്നത് ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ള രീതിക്കുള്ള പല കമന്റുകളും കണ്ടു എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഈ യൂട്യൂബ് ചെയ്തത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ വിചാരിച്ചോ? അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യൂ, അല്ലെങ്കിൽ അയാൾ ഇപ്പൊ ഇവരായിട്ട് ഡിസ്കസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലേ? അല്ലാണ്ട് ഒന്നും അറിയാതെ ഒരാൾ ആത്മഹത്യ ചെയ്യണം. യൂട്യൂബ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരങ്ങനെ മോശമായിട്ടുള്ള വീഡിയോകളൊന്നും അല്ല ഇവരിടുന്നത്. ഇവരവരുടെ ഫാമിലിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇടുന്നത്. അപ്പൊ ആ ഒരു ഇടുന്നത് അത് അത്ര മോശം കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ ഒരു കാര്യം വെച്ചിട്ടല്ല ഒരിക്കലും ഈ പുള്ളി ആത്മഹത്യ ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് അതിനുള്ള റീസൺ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഇവർക്കും അറിഞ്ഞുകൂടാ. പിന്നെ ഇവർ യൂട്യൂബ് ചെയ്യുന്നതിനകത്ത് പുള്ളിക്കാരെ സപ്പോർട്ടീവ് ആണ്. അത് ഇനി വരും വീഡിയോനകത്ത് അവർ പറയും. വെറുതെ അങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ തോന്നുന്ന കമന്റ് പറയല്ലേ. യൂട്യൂബ് ചെയ്യുന്നത് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? ഞങ്ങൾ ഏട്ടന്റെ അത്രയും
ഏട്ടൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ പപ്പ ഞങ്ങൾ വിളിച്ച് ചീത്ത പറയും, ഞാനൊരു സബ്സ്ക്രൈബർ ആണ്, നിങ്ങൾ എന്താണ് വീഡിയോ ഇടാതെ, ഞാൻ ജോലിക്ക് പോയില്ല പറയും. പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ആൾ അപ്പതിനിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തു. കാരണം പപ്പയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഓരോ വീഡിയോ കാണുമ്പോൾ പപ്പയ്ക്ക് ഒരു ആശ്വാസമാണ്. ഇത്രയും ദിവസത്തെ ചെയ്തു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യില്ലെങ്കിൽ ഞാൻ എന്റെ ജോലി ചെയ്യും. നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ആൾ അപ്പത്തിന് ഫേസ്ബുക്കിൽ എടുത്തിടും. കാരണം അവർക്ക് അതൊക്കെ ഇഷ്ടമാണ്. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ കിട്ടിയ പൈസ തോന്നി ഇതിന് മുൻപൊക്കെ കമന്റ് നമ്മൾ കാണാറുണ്ട്, അച്ഛൻ ഗൾഫ് പോയിട്ട് കഷ്ടപ്പെടുന്ന പൈസ അമ്മയും മക്കളും തൂർത്ത് ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുന്നത്. ഒരിക്കലും അല്ല. ഏട്ടൻ എനിക്ക് അയച്ചു തരുന്നത് 25,000 രൂപയാണ്. കാരണം അത് എന്റെ പാസ്ബുക്കിൽ എങ്ങനെ നോക്കിയാലും സ്റ്റേറ്റ്മെന്റ് എടുത്ത് അറിയാൻ പറ്റും. ബാക്കി എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉണ്ണിവ അവിടെ ഫീസ് ഉണ്ട്, കറണ്ട് ബില്ലായിക്കോട്ടെ, ഇവിടെ ജോലിക്ക് വരുന്ന കുട്ടിക്കുള്ളത്, വീട്ടു ചെലവ്, അങ്ങനെ ഹോസ്പിറ്റൽ കേസിനുള്ളത്, വണ്ടിയുടെ സർവീസ്, പെട്രോൾ, അതുപോലെ നമ്മൾ ഗോൾഡ് വെച്ചെന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു കല്യാണം വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിരുന്നത്. കാർ ലോണിന്റെ അടവ് 20,000 രൂപ പോകും. ബാക്കിയുള്ളത് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരു കേസ് ഫിഡ് അടവുണ്ട്. പിന്നെ ഉണ്ണിഭാവിക്ക് പെൺകുട്ടികളെ വെച്ചിട്ട് സേവിങ്സ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവര് പറയുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ തന്നെയാണ് വിഷയം. അപ്പൊ ഈ യൂട്യൂബും അതേപോലെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഒരിക്കലും നമ്മളെ ബോധർ ചെയ്യാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഇതിനടിയിൽ കമന്റ് ഇടുന്ന ആൾക്കാർ ആരാണെന്നോ അവരെങ്ങനെയുള്ളവരാണെന്നോ, കാര്യം എങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്കൊക്കെയാണോ ഈ വീഡിയോ പോകുന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാര്യം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ്. അപ്പൊ നമ്മളിതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു പണിക്ക് നിൽക്കാണ്ടിരിക്കുക. പക്ഷെ അത് അറിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്തേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് കിടന്ന് റിക്രൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ വന്നു പോയി. ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൽ കമന്റ്സ് ഉണ്ടായിരുന്നു, അച്ഛൻ നിങ്ങളുടെ അച്ഛനല്ലേ മരിച്ച്, നിങ്ങൾക്ക് അത്രയും ഇതായിട്ട് ഇപ്പൊ തന്നെ ഇങ്ങനെ ആയോന്ന്, നമുക്കാണ് പോയത്, നമ്മുടെ അച്ഛനാണ് മരിച്ചത്. പിന്നെ ഇത് ഇങ്ങനെ കിടന്നതിന്റെ കാര്യം പപ്പയുടെ ഭാഗത്തു നിന്നായിരുന്നു നമുക്കൊരു ഇൻകം വരുന്നുണ്ടായത്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ 3 ആളിനെ ഉണ്ടാക്കിയിട്ട് ജീവിക്കണം. അല്ലാണ്ട് അവിടെ നിന്ന് അയച്ചു തരാൻ ഒരാളിനില്ല. അത് അക്സെപ്റ്റ് ചെയ്യണം നമ്മള്. പിന്നെ നോക്കി ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആൾക്ക് അവർക്കൊക്കെ പറയേ വേണ്ടു, അവര് നമുക്ക് അയച്ചു തരിക അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് വീഡിയോസിൽ കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മി വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ ഈ വീഡിയോ കമന്റ് ഇടുന്നവർക്ക് കമന്റ് ഇടാനായിട്ട് എളുപ്പമാണ്. പക്ഷെ ഇത് ഇവരുടെ ഒരു ഭാഗത്തുനിന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഈ കമന്റ് ഒക്കെ ഇടാൻ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഇവരുടെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കണം. അവരുടെ ലൈഫിനകത്തേക്ക് ഒരു ഇൻകം സോഴ്സ് ആയിരുന്നിരുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാണ്ടാവണേണ്. അങ്ങനെ ആവുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് മുമ്പോട്ടേക്ക് പോവുക തന്നെ വേണം. അല്ലാണ്ട് അവരവിടെ സ്റ്റക്കായി പോയിട്ട് വേറെ കുടുംബക്കാരെയൊക്കെ ആശ്രയിച്ച് നിൽക്കുക അങ്ങനെ ഒന്നും അല്ല വേണ്ടത്. അവർക്ക് സ്വന്തമായിട്ട് അവരുടെ കാലിൽ തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബ്. അപ്പൊ അതിനകത്ത് കൂടെ അവർ വീഡിയോ ഇട്ട് അവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും അതിന്റെ അടിയിൽ വന്നിട്ടും നിങ്ങൾ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ തന്നെ വീഡിയോ ഇടണോ, ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കണല്ലേ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനും നിങ്ങളും എല്ലാവരും ഈ പണി ചെയ്യുന്നത്. നമ്മൾ യൂട്യൂബിനകത്ത് കാണുന്ന എല്ലാവരും അതിനു വേണ്ടി തന്നെയാണ് ഈ പണി ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ ഒന്നിനും അല്ല. അത് നിങ്ങൾ ഇപ്പൊ എടുത്തു പറഞ്ഞിട്ട് വേണ്ട അവരെ അറിയിക്കാനായിട്ട് ആ ഒരു സംഭവം. അപ്പൊ ബാക്കിയുണ്ടോ? പപ്പ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തപ്പോ എനിക്ക് ഷോക്കിംഗ് ആയിരുന്നു. പപ്പയോ? പക്ഷെ ഞാൻ 18 വയസ്സിൽ ഇവിടെ വന്നതാണ്. 18 വയസ്സ് തൊട്ട് 39 വയസ്സ് വരെ എന്റെ ഒരു കഥ പറയണ ചിലപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരും ചിലപ്പോ സഹിച്ചെന്ന് വരില്ല. പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ സങ്കടം എന്റെ ഭർത്താവ് പോയതിൽ കൂടുതലൊന്നും എനിക്കില്ലല്ലോ. ഇനി ആരും ബോധിപ്പിക്കാനാ, ആരും എന്താക്കാനാ. പക്ഷെ എന്റെ നാട്ടുകാർക്കറിയാം, ഇവിടെയുള്ള കുറെ ആൾക്കാർക്കറിയാം. ഒരുപാട് വഴിയിലൂടെ ഞാൻ വന്നിട്ടുണ്ട്. ഒരുപാട് നിങ്ങൾക്കറിയാം, ഒരു 18 വയസ്സായ കുട്ടിക്ക് എന്റെ വാവ കുട്ടിക്ക് എന്തിനും പറ്റും. ആ ഒരു പ്രായത്തിൽ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് എനിക്ക് ഇവിടെ പറയാൻ കൂടി പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. എനിക്ക് പറ്റില്ല. അത്രയും നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഒരിക്കലും സോഷ്യൽ മീഡിയനകത്ത് വന്ന് പറയാൻ പാടില്ല. കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനൊരു എക്സ്പ്ലനേഷൻ വേറെ കൊടുക്കണം. അതിപ്പോ വേറെ ആൾക്കാരെ എടുത്ത് അതിനകത്തൊരു അഭിപ്രായം പറയും. അതൊക്കെ നമ്മളെ ഒരുപാട് ബാധിക്കും. ഇപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മളത് ഒരാളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് പറയാം. പക്ഷെ ആ ഒരു വിഷമം ഒരിക്കലും സോഷ്യൽ മീഡിയനകത്ത് വന്ന് പറയണമെന്ന് ഞാൻ ഒരിക്കലും ആ ഒരു സംഭവം സജസ്റ്റ് ചെയ്യൂല. കാര്യം സോഷ്യൽ മീഡിയനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷമം കൂടത്തേ ഉള്ളൂ, കുറയുമെന്ന് ഞാൻ വിശ്വസിക്കാനുള്ളത്. ബാക്കി ഒരാൾ മരിക്കണം വെച്ചാൽ അത്രയും ആ വീട്ടിലൊരു പ്രശ്നമാണ്. നിങ്ങൾ ഡെയിലി ഞങ്ങൾ വ്ളോഗ് കാണുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചിരിച്ച് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. തിരുവോണ ദിവസമാണെങ്കിലും ഞങ്ങൾ അത്രയും ഹാപ്പി ആയിട്ടാണ് ഞാൻ ആ വ്ളോഗ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണുന്ന വ്ളോഗ് അത്രയും നമ്മൾ ഹാപ്പി ആയിട്ട് ആ വ്ളോഗ് എടുത്തിരിക്കുന്നത്. അന്നാണ് ഏട്ടത് ചെയ്തിരിക്കുന്നത്. ഏട്ടന് എന്താണ് ഏട്ടന്റെ പ്രശ്നം എന്നോ ഒരിക്കൽ പോലും ഞാനിങ്ങനെ എനിക്ക് ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഇല്ല എനിക്ക് അതാ പ്രശ്നം ഇതാ പ്രശ്നം ആണ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു ഫിനാൻഷ്യൽ അങ്ങനെ ഒരു പൈസയുടെ ബുദ്ധിമുട്ടാണെച്ചാലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ കാര്യങ്ങൾക്ക് ശേഷം അതൊന്നുമില്ല. വീടാണെച്ചാലും എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് നോക്കുന്ന ഒരാളാണ്. ഇവിടത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഏട്ടനെ അതില്ല ഇതില്ല ഒരിക്കൽ പോലും ഞാൻ ഒരു ബുദ്ധിമുട്ട് പ്രഷർ കൊടുത്തിട്ടില്ല. ഇത്രയ്ക്ക് ഞാൻ പറയാൻ കാരണം എന്താ അറിയും, ഈ 2 പെൺകുട്ടിയാണ് ആലോചിച്ചിട്ടാ. ഇല്ലെങ്കിൽ പോയാണ് കൊച്ചിന്തിനൊക്കെ ഞാൻ പറയണത്. ഈ കുട്ടികൾക്ക് ജീവിക്കണം. കാരണം 2 പെൺകുട്ടികളാണ്, അവരുടെ തലയിലെ ഇത് കെട്ടിവെക്കരുത് ആരും. കാരണം ഏട്ടൻ പോയതിന്റെ റീസൺ നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് അറിയില്ല. ഞാനില്ലേ ആളിങ്ങനെ ഫാനില്ല അങ്ങനെ ചെയ്തേക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കും അവിടെയൊക്കെ നല്ല ഹൈറ്റാ റൂം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കും ഈ സൈഡ് ചുമരിൽ കൂടെ വെച്ചിട്ടുണ്ട് എങ്ങനെ ഇങ്ങനെ നടുവിലല്ലേ ഫാൻ ഉണ്ടാകും, അങ്ങോട്ട് കെട്ടാൻ എങ്ങനെ എത്തിയേ അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു 10 മിനിറ്റിന് മുമ്പ് ആൾ കൂടി ചായ
കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ചായ കുടിച്ചിട്ട് ആളെ വിശ്വസിച്ചിട്ടില്ല. 10 മിനിറ്റ് മുമ്പാണ് ഇവിടുന്ന് കൃഷ്ണകുമാർ പോയെന്ന് പറഞ്ഞു. ചായ കുടിച്ചിട്ട് ഞാൻ വിശ്വസിക്കില്ലെന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏതൊരു ശ്രീലങ്കൻ വാതിൽ കുത്തി തുറന്നിട്ടാണ് ഇത് കണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ അതിന്റെ ഉള്ളിൽ ഉറങ്ങാൻ എന്തെങ്കിലും പോയിട്ടുണ്ട്, എന്തിനാ ഇയാൾ കുത്തി തുറക്കുന്നത്? അങ്ങനെയൊക്കെ 100,000 ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക്. എന്റെ ഏട്ടൻ പോയി, എന്നിട്ടും എനിക്ക് എന്റെ ഏട്ടൻ ഒരു സാധനം കിട്ടിയിട്ടില്ല. ആളുടെ കഴുത്തിൽ ഒരു ആനക്കൊമ്പുണ്ട്, അങ്ങനെ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, പിന്നെ ഏട്ടനൊരു വാച്ച് ഉണ്ട്. ഏട്ടന്റെ പേഴ്സോ അവിടുത്തെ ഒരു സാധനമോ കാർഡ് ATM കാർഡ് അവിടുത്തെ ഒരു ഡീറ്റെയിൽസോ ഒന്നുമില്ല. കമ്പനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കമ്പനി ആ റൂമിലുള്ള കുറച്ച് സാധനങ്ങൾ, ഏട്ടന്റെ ഷേവിംഗ് ക്രീം, ഒരു കൂളിംഗ് ഗ്ലാസ്, അങ്ങനെ എന്തൊക്കെ കുഞ്ഞു 2-3 ഡെമ്പല്, അതൊക്കെ ആ കമ്പനി തന്നു. എനിക്ക് തന്നു ഒന്നുമില്ല. ഏട്ടന്റെ ഓർമ്മയ്ക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് സൂക്ഷിക്കാൻ ഏട്ടന്റെ ഒരു ആനക്കൊമ്പുണ്ട്, അത് ആൾക്ക് നല്ല ഇഷ്ടം. അത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എംബസിയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ പോലീസിനൊക്കെ മെയിൽ അയക്കണമെന്നൊക്കെ അവർ പറയണേ. ഞങ്ങളുടെ അവസ്ഥ നോക്കുക, ആളെ പോയി, ജനങ്ങളുടെ കുത്ത് വേറെ, ജനങ്ങളുടെ കുറ്റപ്പെടുത്തൽ വേറെ, ഞങ്ങളുടെ ജീവിതവും മാറ്റിമറിച്ചു. കാരണം ഏട്ടൻ പോകുന്ന ദിവസം കൂടി ഒരു വാക്ക് കുഞ്ചൂസെ മക്കളെ നന്നായി നോക്കുന്ന എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ മക്കളോട് പറഞ്ഞിട്ടില്ല. മമ്മിക്ക് തീരെ വയ്യ, മമ്മീനെ നോക്കുന്നു. കാരണം ഏട്ടന് നന്നായിട്ട് അറിയാം എനിക്ക് അത്രയും പറ്റില്ല എന്ന് ഏട്ടൻ അറിയാം. അതൊന്നും ഏട്ടൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും. എന്തിനാ, എങ്ങനെയത് ചെയ്ത്, എന്തിനായിരിക്കും ചെയ്ത്, അരട്ടിയ കാര്യം എന്താന്ന് എനിക്കറിയില്ല. കാരണം ഈ 4 വർഷമായിട്ട് ഈ പപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൊരു കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട്. ഓക്കെ, അപ്പൊ കേട്ടല്ല, അപ്പൊ അവരുടെ ഒരു അവസ്ഥ അതാണെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അത്രയും ദയനീയമാണ് അവരുടെ അവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിനകത്തിരിക്കുന്ന ആൾക്കാരെ പിന്നെയും കുത്തി നോവിപ്പിക്കുന്നത് എന്തിനാണ്? കാര്യം ഒരു ഇത്തിരിയെങ്കിലും മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായെന്ന് പറഞ്ഞ് അത് യാതൊരു മോശമല്ല. കാര്യം അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്കൊരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയയിനകത്ത് കാണുന്ന എന്തിനകത്ത് നമുക്ക് ഏറെ അഭിപ്രായം പറയാം, പക്ഷേ ഒരാളുടെ സിറ്റുവേഷനും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ ഇവർ ഈ ഒരു കേസിനകത്ത് അവർക്ക് അറിഞ്ഞൂടാ അവരുടെ അച്ഛൻ എന്താണ് സംഭവിച്ചേക്കുന്നത്, അതൊന്നും അറിയാണ്ട് തന്നെ ഇപ്പൊ അവരൊരു ഊഹാപോഹങ്ങളൊക്കെ പറയുന്നുണ്ട്. കാര്യം അവർക്ക് അതേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ പുറത്തുള്ള ആളുടെ അടുത്ത് ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഒരു പരിധി ഉണ്ട് എല്ലാത്തിനകത്തും. ഇപ്പൊ അവിടെ വെച്ചിട്ട് ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ, പുള്ളിയുടെ അവിടെയുള്ള ബിലോങ്ങിങ്സ് തന്നെ ഇവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് തന്നെ പല രീതിക്കുള്ള കടമ്പകളൊക്കെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥേനകത്തിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഞാൻ കുറച്ച് കമന്റുകളൊക്കെ ഇവിടെ വെക്കാം. ഈ കമന്റുകളിനകത്തൊക്കെ ഭൂരിഭാഗം പറയണതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ഇടണമായിരുന്നോ, ഇപ്പൊ ഇവർ പറയുന്നുണ്ട് ഇതിനകത്ത് എപ്പോഴാണ്, അതായത് ഇവർ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിനകത്ത് ഇവർ ഷൂട്ട് ചെയ്ത വീഡിയോ ഇട്ടു. കാര്യം അത് അവരുടെ ഒരു ഇൻകം സോഴ്സ് ആയതുകൊണ്ട് അവർ അത് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരിക്കലും ഇവരിപ്പൊ ചിരിച്ചു കളിച്ച് വീഡിയോ ഇടരുത് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാര്യം അവര് ഇപ്പൊ എല്ലാരും മൂവ് ഓൺ ആവണം. കാര്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും ഒരിക്കലും ഇവിടെ തന്നെ നിന്ന് പോയി ഇപ്പൊ കമന്റ് ബോക്സിനകത്ത് ഉമ്മാരൊക്കെ പറയണ പോലെ എപ്പോഴും നിങ്ങൾ കരഞ്ഞിട്ട് തന്നെ ഇരിക്കണം, അങ്ങനെ ഒന്നും പാടില്ല. എപ്പോഴും നമ്മൾ മാക്സിമം നമ്മൾ പറ്റാവുന്നത്ര നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആവണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഈ ഒരു വിഷയത്തിനകത്ത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വീഡിയോയുടെ കണ്ടാട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.